നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് തന്നെയെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പത്നി മഞ്ജുഷ. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായ അന്വേഷണമല്ല നടത്തുന്നത്. അവർ പ്രതികളെ രക്ഷപ്പെടുത്താൻ സഹായിക്കുകയാണ്. അവർ ഫാബ്രിക്കേറ്റഡ് ആയി തെളിവുണ്ടാക്കുകയാണ്. അവർ കൃത്രിമ തെളിവ് ശേഖരിച്ച് കോടതിയെയും സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാനുള്ള ഒരു വലിയ ശ്രമം SIT പോലും നടത്തിയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായ ഗീതയുടെ മൊഴി സർക്കാർ പൂഴ്ത്തിവെക്കുന്നത് എല്ലാ രീതിയിലും ദിവ്യയെയും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെയും സംരക്ഷിക്കാനാണ്. അതിന് ഏതറ്റം വരെയും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ പോകുമെന്ന് തനിക്ക് ബോധ്യമുണ്ട്. മാത്രമല്ല PP ദിവ്യയ്ക്ക് ഉന്നത ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നുമുണ്ട്. അവർ പ്രതിസ്ഥാനത്ത് വരാതിരിക്കാൻ, അതായത് ഈ കേസ് തെളിയാതിരിക്കാൻ പരമാവധി സ്വാധീനിക്കാൻ, അതായത് സാക്ഷികളെ സ്വാധീനിക്കാൻ വരെ ശ്രമം നടത്തുന്നു. അവരുടെ ജാമ്യ വ്യവസ്ഥയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു കാരണവശാലും കണ്ണൂർ ജില്ലയുടെ പുറത്തു പോകരുത്, അതുപോലെ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. എല്ലാ രീതിയിലും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിരിക്കുകയാണ് PP ദിവ്യ എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല നവീൻ ബാബുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് തന്നെയെന്ന വലിയ രീതിയിലുള്ള ആരോപണമാണ് മഞ്ജുഷ നൽകിയിരിക്കുന്നത്. കോടതി, അതായത് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഈ പരാതി പരിഗണിക്കുന്നത്. അതിനകത്ത് കൊലപാതകമെന്ന് സംശയിക്കാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഈ കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, വലിയ തോതിൽ കേസ് ഡയറി സമർപ്പിക്കാതെ തിരിമറി കാണിക്കാൻ ശ്രമിച്ചു. അവിടെ പെട്രോൾ പമ്പ് നേടിയെടുക്കാൻ വേണ്ടി TV പ്രശാന്തിന്റെ സംഘം, മാഫിയ സംഘം പ്രവർത്തിച്ചിരുന്നു. TV പ്രശാന്ത് സർക്കാർ സർവീസിലുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാകുന്നതായി മഞ്ജുഷ കോടതിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. TV പ്രശാന്ത് അടക്കമുള്ളവർക്ക് നവീൻ ബാബു ഇല്ലാതാകണം, എന്നാൽ മാത്രമേ അവരുടെ കള്ളക്കളികൾ നടക്കുകയുള്ളൂ എന്ന് കൃത്യമായി തനിക്ക് ബോധ്യപ്പെട്ടതായി മഞ്ജുഷ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല നവീൻ ബാബുവിനെ കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് കണ്ണൂരിലെ മാഫിയ സംഘങ്ങൾ തന്നെയാകാം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് മഞ്ജുഷ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായ ഗീതയ്ക്കെതിരെ പോലും ഇപ്പോൾ വലിയ തോതിൽ ഒരു ഗൂഢ നീക്കം നടക്കുന്നത്. അവരെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞതായിരുന്നു. അവർ കൊടുത്ത റിപ്പോർട്ടിൽ ഈ PP ദിവ്യ അടക്കമുള്ള കണ്ണൂരിലെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അടക്കമുള്ളവർ വലിയ രീതിയിൽ സംശയത്തിന്റെ നിഴലിലാകുന്ന എല്ലാ തെളിവുകളും അവരുടെ കയ്യിലുണ്ട്. കാരണം PP ദിവ്യ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ ഗീത ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. അത് പുറം ലോകം അറിഞ്ഞാൽ നാണം കെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് മറച്ചു വെക്കാനുള്ള ശ്രമമാണ്. നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കുകയാണ് ചെയ്തത് എന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്ന് കൃത്യമായി മഞ്ജുഷ പറയുന്നു. നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം ത്വരിതപ്പെടുത്തി നടത്താൻ എല്ലാ രീതിയിലും സഹായം ചെയ്തത് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തന്നെയാണ്. അയാളെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന വലിയ രീതിയിലുള്ള ചോദ്യം മഞ്ജുഷ കൃത്യമായി ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിനോട് കൃത്യമായി ആരായുകയാണ്. കോടതിയിൽ നിന്ന് മാത്രമേ ഈ അനാഥരായ ഞങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്ന് ഉറക്കെ കേഴുകയാണ് മഞ്ജുഷയും അനാഥരായ 2 പെൺകുഞ്ഞുങ്ങളും.